ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതിൽ മുട്ട വെച്ചിട്ടും ഫിഷ് വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഞാനിതിൽ ഷെയർ ചെയ്യുന്ന ബിരിയാണിയൊക്കെ നിങ്ങളെല്ലാം ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നത്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് മാത്രം കണ്ടാൽ മതി. നിങ്ങളെല്ലാം ഒരുമിച്ച് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ക്ലിയർ ചെയ്തത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് നെയ്മീൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ 1/2 കിലോ ഫിഷും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ദശക്കട്ടിയുള്ള ഫിഷ് എടുക്കുക. അപ്പോൾ നല്ല ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പീസ് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് മസാലയിലോട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾ 1 കിലോ റൈസിൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ 2 പീസ് മാറ്റി വെക്കുക. അപ്പോൾ 1/2 കിലോ റൈസിന് വേണ്ടിയിട്ട് ഞാൻ 1 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ബിരിയാണി മസാല പൗഡർ അല്ലെങ്കിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ ഒരുമിച്ചിട്ടുള്ളത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് ലെമൺ ഡ്രോപ്സ് അല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മീനിലോട്ടൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വേണമെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനെല്ലാം ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മസാല ഉണ്ടാക്കിയിട്ട് പിന്നീട് മീൻ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായി പുരട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാ മീനിലോട്ടും പിടിക്കുന്ന രീതിയിൽ. ഇനി ഇതൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാൻ നല്ല ചൂടായ ശേഷം എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് ബാക്കിയുള്ള എണ്ണ സവാള വഴറ്റുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം അങ്ങനെ ഒരുപാട് ഇതാക്കി എടുക്കണമെന്നില്ല കേട്ടോ. ഒരു നോർമലായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കണമെന്നില്ല. അപ്പോൾ ഒരു സൈഡ് മൊരിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ നല്ല ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള എണ്ണ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത എണ്ണ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ. ഇനി ഇതിലോട്ട് നമുക്ക് വേറെ കുറച്ച് എണ്ണയും കൂടെ, ഇത് തന്നെ തികയില്ല, ഇത് തന്നെ തികയുന്നെങ്കിൽ ഇത് തന്നെ മതിയാകും. അല്ലെങ്കിൽ നമുക്ക് വേറെ എണ്ണയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം എരിവിനനുസരിച്ച്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന്. അപ്പോൾ ഇത്തിരി മതി. ഇനി നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്തത് ഒന്ന് തിന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 കിലോ ഇതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക ആദ്യം. അപ്പോൾ ഇത്രയും മതിന് ഇതിലേക്ക് നമുക്ക് ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണ്. അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2 തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വെന്ത് ഉടയുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ ചെറുതായിട്ട് വെന്ത് ഉടയുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്യാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പീസ് ഫിഷ്, നമ്മുടെ മീൻ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. അപ്പോൾ വെള്ളം വാർന്നെടുത്ത ഫിഷ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വരില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് വെള്ളം എന്തായാലും ഇറങ്ങി വരും. അപ്പോൾ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മീൻ പിന്നെ അധികം വേവൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ മുള്ള്, ആ നടുക്കുള്ള മുള്ള് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫിഷൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാതെ തന്നെ മാറ്റി വെച്ചത്. അപ്പോൾ ഈ ഒരു ഫിഷിൻ്റെ ഇതൊക്കെ ഇറങ്ങി വരും ഈ മസാലയിലോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് നല്ലോണം ഇതിന് പൊടിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്, ഈ ഒരു മീനും മസാലയും ഒക്കെ. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 1 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ ഈ ഒരു അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണാണ് 1/4 കപ്പ്. അപ്പോൾ ഞാൻ 1/4 കപ്പ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പുതിനയില അരിഞ്ഞ് വെച്ചത് ഞാൻ 1/2 കപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. 1/2 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പോളം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു 2 പീസ് 2-3 പീസ് വേണമെങ്കിൽ ഈ മസാലയിലോട്ട് ഫ്രൈ ചെയ്ത മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 പീസ് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുള്ള് മാറ്റാതെയും ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പൊന്നുമില്ല കേട്ടോ, അതിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ള ഗ്രേവിയാണല്ലോ നമുക്ക് ബിരിയാണി മസാലയൊക്കെ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല നല്ല പാകത്തിനായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വേവിച്ചെടുത്ത റൈസ്. അപ്പോൾ 1/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്ത റൈസാണ്, ബാസ്മതി റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വാർത്തെടുക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്, ബിരിയാണിക്ക് വേണ്ടിയിട്ട് വറ്റിച്ചെടുക്കുകയല്ല. വറ്റിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഉപ്പും അതുപോലെ പട്ട ഗ്രാമ്പു അതൊക്കെ ചേർത്തിട്ട് വാർത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ചോറൊക്കെ, ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വാർത്തെടുക്കും. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി കലക്കിയ പാല്, നമ്മുടെ പശുവിൻ പാല്, അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ വലിയൊരു പരന്ന പാത്രമാണല്ലോ, അതുപോലെ കുറച്ച് മാത്രമേ ഉള്ളൂ. 1/2 കിലോ റൈസാണല്ലോ. അപ്പോൾ ഞാൻ ലെയറാക്കി എടുക്കുന്നൊന്നുമില്ല, മൊത്തത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിൻ്റെ മുകളിലോട്ട് വെതറി കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓനിയൻ ഫ്രൈ ചെയ്തത്, കാഷ്യൂ അങ്ങനെയൊക്കെ വേണമെങ്കിലൊക്കെ ചിക്കൻ മസാലയിലോട്ട് ബിരിയാണിയിലോട്ട് ചെയ്ത പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ദമ്മിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമ്മളിത് സെർവ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച, സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഫ്രൈ ചെയ്ത ഫിഷ് നേരത്തെ മാറ്റി വെച്ചത് നമ്മൾ 2 പീസ് മാത്രമാണല്ലോ മസാലയിലോട്ട് ഇട്ട് കൊടുത്തത്. ഫ്രൈ ചെയ്തത് 2 പീസ്, ഫ്രൈ ചെയ്യാത്ത 1 പീസ് മാത്രമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ബാക്കിയുള്ള മീൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളേതെങ്കിലും ഇതിൽ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത ഫിഷ് വെച്ച് കൊടുത്താൽ മതി.
പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മുട്ട വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 15 ചെറിയ ഉള്ളി, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതുപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. അതുപോലെ 4 5 പച്ചമുളക്, ഇത്രയും കൂടെ നമ്മളൊരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ വെളുത്തുള്ളി അല്ലിയൊക്കെ ഒരു 7 8 എണ്ണമൊക്കെ എടുത്താൽ മതി. അതുപോലെ ഇഞ്ചി ആണെങ്കിൽ ഏകദേശം 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയൊക്കെ എടുത്താൽ മതി കേട്ടോ. ടേബിൾ സ്പൂൺ ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് 1 ടേബിൾ സ്പൂൺ എന്ന രീതിയിലാണ്. അപ്പോൾ ഇത് നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി, ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി വേണ്ടത് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ചെറിയൊരു സവാള ഒന്ന് ബിസ്ത പരുവത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും ലെയറിൽ ഇട്ട് കൊടുക്കാനൊക്കെയാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ മതി. ആ ഒരു സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഓയിലാവുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തല്ല, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ക്രഷ് ചെയ്ത് വെച്ചില്ലേ, ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സമയത്ത് ഇതൊക്കെ ഇങ്ങനെ വഴന്ന് വരുമ്പോൾ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. 2 തക്കാളിയാണ് കേട്ടോ, മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു തക്കാളി ഒന്ന് വെന്ത് വടയുന്ന പരുവത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, നേരത്തെ നമ്മൾ വഴറ്റുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്, ഒന്ന് വടയുന്ന പരുവത്തിൽ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലോട്ട് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില 1 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പ് പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ടും കൂടെ. ഇനി കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു മുട്ട ബിരിയാണി. നമ്മൾ പല രീതിയിലും മുട്ട ബിരിയാണി ഉണ്ടാക്കിയെടുക്കാറുണ്ട്, തട്ടിക്കൂട്ടലായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്ന രീതിയിലും ഒക്കെ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തൈരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. നല്ല കട്ടിയുള്ള തൈര് 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറേ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നല്ല തിക്കായിട്ടുള്ള മസാല തന്നെയല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം ഒരു മസാലയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇതുപോലെ നമുക്കൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ, 1/4 കപ്പൊക്കെ മതിയാകും. അപ്പോൾ ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് ഇതിലോട്ട് മുട്ടയാണ്. വേവിച്ചെടുത്തിട്ടുള്ള മുട്ട ഒരു 5 മുട്ട അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മുട്ടയൊക്കെ വേവിച്ച് ഇതുപോലെ 2ആയി കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചെറിയ തീയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മുട്ട കുടഞ്ഞു പോവാത്ത രീതിയിൽ ഇതുപോലെ സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഉപ്പ് നോക്കാം കേട്ടോ പാകത്തിനുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട നമ്മൾ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ടുള്ള മുട്ട മാറ്റി വെക്കാം കേട്ടോ. വേണമെങ്കിൽ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇതിലോട്ടൊരു 5 6 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാനായിട്ട് ഞാൻ ചോറ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ദമ്മിടുന്നത്. ഒരു ഇച്ചിരി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരിച്ചിരി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത്. ഇതിങ്ങനെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, നമ്മളിങ്ങനെ ലെയർ ചെയ്ത്
ചെയ്താണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു കാൽപ്പാകം എന്ന രീതിയിൽ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാൽപ്പാകം തന്നെ ആദ്യം ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ 3/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുക്കുക. 3 കപ്പ് അരിയാണ് കേട്ടോ, ഏകദേശം ഈ ഒരു അളവിൽ കണക്ക് 3 കപ്പ് അരി നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ബിരിയാണീൻ്റെ ചെറിയ അരിയാണ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന. അപ്പോൾ 3/4 വേവ് മാത്രം വേവിച്ചെടുക്കുക. അതുപോലെ വാർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിലോട്ടിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അതുപോലെ പുതിനയിലൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാല പൗഡർ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ അല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂവോ കലക്കി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ചോറനെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു കാൽപ്പാകം ചോറന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും മസാല ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് ചോറ് ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഇതിനനുസരിച്ച് ഇങ്ങനെ ലെയർ ചെയ്ത് നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ നമ്മൾ ദം ബിരിയാണി ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയർ ചെയ്താണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് വേവിച്ചെടുക്കുമ്പോൾ ഗരം മസാലയുടെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഗ്രാമ്പൂ അതുപോലെ പട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ യെല്ലോ കളർ ചേർത്തിട്ടുള്ള പാൽ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലോട്ട് മല്ലിയില പുതിനയില അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ടോപ്പിലാണ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരിച്ചിരി നെയ്യും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു നുള്ള് വെതറി കൊടുക്കാം കേട്ടോ ഏറ്റവും ടോപ്പിൽ. പിന്നെ നെയ്യും കൂടി ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുട്ട ഒന്ന് വേവിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ദമ്മായി കിട്ടാൻ വേണ്ടിയിട്ട് ഫോയിൽ പേപ്പർ, അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് മൂടി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈദമാവ് കുറച്ച് ഇതുപോലെ ഇങ്ങനെ കട്ടിക്ക് മൈദമാവ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്ത് മൂടി വെക്കുമ്പോൾ നല്ല ദമ്മിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ഫ്രൈ പാൻ, ചൂടായ ഒരു ഫ്രൈ പാനും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റൊക്കെ ഒന്ന് ദമ്മിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് ദമ്മിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഫ്രൈ പാനൊക്കെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ മൺകലാവുമ്പോൾ ചൂടാവാനും ഒരിച്ചിരി സമയം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മൂടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇളക്കി ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മൾ മാവൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടല്ലേ ഉണ്ടായിരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട വെച്ചിട്ടുള്ള ദം ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് സുർബിയാൻ ബിരിയാണിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ബിരിയാണിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സവാള ഒന്ന് നല്ല തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ തിന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 7 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നല്ലോണം ഒരു ക്രിസ്പി പരുവയില്ലേ, ഒരു ബിസ്ത പരുവത്തിൽ ആ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്നിച്ചെന്നെ ഇട്ട് കൊടുക്കണ്ട, ഒരു 2 പ്രാവശ്യമായിട്ടൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് ഫ്രൈ ആകാതെ നോക്കണം, കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് വേറൊരടുപ്പിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് ഇടയ്ക്ക് നോക്കാം കേട്ടോ. ഞാൻ വേറൊരടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം, ഒരു 3-4 ടേബിൾ സ്പൂണ്. ഇതിലോട്ട് നമ്മൾ ആദ്യം നല്ലോണം കഴുകി വെള്ളം വാർന്ന് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല വലിയ പീസായിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലായിരുന്നു ഇതുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ മുതൽ നിങ്ങൾക്ക് 1.5 കിലോ ചിക്കൻ വരെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കിലോനാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ പീസസൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് 1.5 കിലോ ചിക്കൻ വേണമെങ്കിൽ എടുക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എണ്ണയിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആദ്യം ചിക്കൻ മാത്രം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, തിരിച്ചും മറിച്ചുമിട്ട്.
അപ്പോൾ ഇത് ഇത്രയും മതി. കുറേ നേരം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ സവാള ഇടയ്ക്ക് നോക്കാം. നിങ്ങൾ ആദ്യം സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മളത് ഓവറായിട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കൊള്ളൂല. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഈ ഒരു കുരുമുളക് പൊടിയും ചിക്കനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂണ് അറേബ്യൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മന്തി മസാല പൗഡർ, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അറേബ്യൻ മസാലപ്പൊടി ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, അതുണ്ടാക്കുന്നത് മുമ്പ് ചെയ്തതിൻ്റെ. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 പൊട്ടാറ്റോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഓപ്ഷണലാണ്. ഒരു 3 പൊട്ടാറ്റോ ചെറുതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ പൊട്ടാറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് 4 ചെറുതായിട്ട് ചെറിയ പൊട്ടാറ്റോ 4 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം മൊത്തത്തിൽ ഇത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള സവാള ഞാനൊരു 2 പ്രാവശ്യം ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കിയുള്ളതാണിത്. അപ്പോൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഫ്രൈ ആയി വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് പിന്നെ അപ്പം തന്നെ നല്ലോണം ചൂടാറുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റില്ല. നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മൊത്തത്തിലൊരു കുഴഞ്ഞ പരുവായിരിക്കും. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമ്മളിത് പെട്ടെന്ന് കോരിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറേ നേരം സ്ലോ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നല്ലോണം കരിഞ്ഞു പോകും, ഓവറായിട്ട് ഫ്രൈ ആയി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതുപോലുള്ള ഒരു സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ ഒരു ഹോളുള്ള തവി വെച്ചിട്ടോ ഒക്കെ ഒന്ന് കോരിയെടുത്താൽ മതി. എണ്ണയൊക്കെ കംപ്ലീറ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം. ഇത് ഓവറായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ കൊള്ളൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി കുറച്ച് പണിയുണ്ട്. ഇനി നമുക്കൊരു ബ്ലെൻഡറിലോട്ട് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുക്കുക. വലിയൊരു വെളുത്തുള്ളി തന്നെ ഫുള്ളായിട്ട് എടുക്കുക, ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത്. അതുപോലെ ഇഞ്ചി 1/4 കപ്പിനേക്കാളും നേരെ പകുതി ചേർത്ത് കൊടുത്താൽ മതി, പകുതിയുടെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 ഇഞ്ച് സൈസൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു സവാള, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഏകദേശം പകുതിയേക്കാളും കൂടുതൽ തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം പകുതിയുടെ അടുത്ത് 1/4 ഭാഗത്തേക്കാളും കുറച്ച് കൂടുതൽ മാറ്റി വെച്ചാൽ മതി. നമുക്ക് ദമ്മിട്ട് കൊടുക്കുമ്പോൾ ലെയറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ബാക്കിയൊക്കെ നമ്മൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകുതിയേക്കാളും കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് അരക്കാനായിട്ട് തൈരാണ്. 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല മഷി പോലെ അരച്ചെടുക്കുക. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കന്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല, വെന്ത് അടയാതെ നോക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വേവിക്കാൻ വെച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അരപ്പ് ചേർത്തിട്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ആദ്യം ഇത് 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മസാലയുടെ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം 1-2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ടിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ജാറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അരച്ചെടുത്ത ജാറിലോട്ട് തന്നെ.
നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇത് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം, അതുപോലെ ഈ ഒരു മസാലയൊക്കെ ഒന്ന് തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിന് ഇത്രയും മതി. ഞാൻ അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്താൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്, ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്, ചിക്കനൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് ഇനി തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കാനില്ല. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വേവിച്ചെടുത്തിട്ടുള്ള റൈസാണ്, ബാസ്മതി റൈസാണ്. അപ്പോൾ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മസാല ഈ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതലാകും, നമുക്ക് കുറേ റൈസ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു പാത്രത്തിലും കൂടെ ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് സെയിം പാത്രത്തിൽ തന്നെ ഒന്നിച്ച് തന്നെ റൈസ് ഇട്ട് കൊടുത്താൽ മതി. 3/4 കിലോ റൈസാണ് കേട്ടോ. ഒരു ഏകദേശം ഒരു 3.5 കപ്പോളം റൈസ് എടുത്തിട്ടുണ്ട്, എടുത്തിട്ടുള്ള ബാസ്മതി റൈസ്. 3/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് പകുതി വേവിച്ച റൈസാണ് കേട്ടോ, ചോറാണിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു സവാള ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ലെയറും കൂടെ ചോറ് ഇട്ട് കൊടുക്കാനുണ്ട്, റൈസ്. ഇനി അതിന് മുന്നേ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കലക്കിയ മിൽക്ക് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രോപ്പായിട്ട് ഇങ്ങനെ അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളർ ഇട്ട് കൊടുക്കാം, പാലിൽ കലക്കിയിട്ട്. അല്ലെങ്കിൽ കുങ്കുമപ്പൂ വേണമെങ്കിൽ, സാഫ്രോൺ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മൾ ബാക്കിയുണ്ടായിന് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഫുള്ളായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് വേവിക്കുമ്പോൾ ഏത് അരിയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. 3/4 വേവ് എന്ന രീതിയിൽ മാത്രം വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മളിത് ദമ്മിട്ട് കൊടുക്കുമ്പോൾ നല്ലോണം വെന്ത് അടഞ്ഞു പോകും. അപ്പോൾ 3/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ കാര്യവും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓരോ കാര്യവും ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില അരിഞ്ഞത് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ചെയ്ത പോലെ മഞ്ഞൾപ്പൊടി കലക്കിയ മിൽക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്കുള്ള ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് അരി വേവിച്ചെടുക്കുമ്പോൾ വാർത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്, വറ്റിച്ചെടുക്കലല്ല. അപ്പോൾ അരി വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ബേ ലീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്തെടുത്തിട്ട് അതൊക്കെ മാറ്റിയിട്ടാണ് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാറുള്ളത്. ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി അവസാനമായിട്ട് ഇതിപ്പോൾ എന്താ കണ്ടില്ല, സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാള. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി, ഒന്ന് ദമ്മിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിന്, ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സുർബിയാൻ ബിരിയാണിയാണ്, അറേബ്യൻ ബിരിയാണി. അറേബ്യൻ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ബിരിയാണി പോലെയല്ല, നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റിൻ്റെ കാര്യത്തിലും. അതുപോലെ ടേസ്റ്റ് ഉണ്ട് നല്ല കഴിക്കാനായിട്ട്. നമ്മളെ നാടൻ ബിരിയാണി പോലെ അല്ല എന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സൈഡ് ഡിഷായിട്ട് തക്കാളി ചമ്മന്തിയോ അല്ലെങ്കിൽ റൈത്ത എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ്. കല്യാണ വീടുകളിലൊക്കെ കാണാറുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഏകദേശം നല്ലോണം ക്രഷ് ചെയ്തതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ക്രഷ് ചെയ്തതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. അതുപോലെ ഇതിലോട്ട് വെളുത്തുള്ളി ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത് ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളക്, അപ്പോൾ പച്ചമുളക് ഒരു 7-8 അല്ലെങ്കിൽ നല്ലോണം ചെറുതാണെങ്കിൽ 10 വരെ എടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, നമുക്കിത് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിൻ്റെ മൂടിയിലുള്ളതൊക്കെ നമുക്ക്
ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തിന്നായിട്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ടിട്ട് കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. എല്ലാം കൂടെ ഒരുമിച്ചല്ല, 8 സവാളയാണ് നമുക്ക് ഇതിലോട്ട് വേണ്ടത്. മീഡിയം സൈസിലുള്ള 8 സവാള. എന്നിട്ട് എല്ലാം കൂടെ 8 സവാളയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പകുതി ആയിട്ടൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 or 3 പ്രാവശ്യമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നതല്ല കേട്ടോ. ഒരു നല്ലോണം ക്രിസ്പി പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുന്നില്ല, ആ ഒരു സമയമാകുമ്പോൾ മാറ്റിയാൽ മതി. ബിസ്ത എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് മൊത്തത്തിൽ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് തന്നെയാണ്. ഇനി നമ്മൾ സവാളന് വേറെ ചേർത്ത് കൊടുക്കാനില്ല. അപ്പോൾ കുറച്ച് ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ചധികം തന്നെ. 2 പ്രാവശ്യം ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ശേഷം കുറച്ചൊന്ന് ചെറുതായിട്ട് ചൂടാറുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നല്ലോണം ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പിന്നീടത് ഒരു കുഴഞ്ഞ പരുവത്തിലാകും, നമുക്ക് ക്രിസ്പി പരുവത്തിൽ കിട്ടൂല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പി പരുവത്തിൽ നമുക്ക് കിട്ടും ഈ ഒരു സവാള ഫ്രൈ ചെയ്തത്. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയി വരുന്ന സമയത്ത്, ഈ ഒരു സമയത്തൊക്കെ നല്ലോണം ഫ്ലെയിം കുറക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ കോരിയെടുക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് കോരിയെടുക്കുക. അതുപോലെ ഫ്ലെയിം നല്ലോണം കുറച്ചും വെക്കുക ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. 1 കിലോ ബിരിയാണിയുടെ അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. 1 കിലോ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കൊരു 7 പേര് അല്ലെങ്കിൽ ഒരു 8 പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാം. പിന്നെ മട്ടൻ എടുക്കുമ്പോൾ 1.5 കിലോ മട്ടൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മട്ടന് പകരം ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഇതിൽ നിന്നും സവാള നമ്മൾ ഫ്രൈ ചെയ്തതിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ലെയറിലോട്ട് ഇട്ട് കൊടുക്കാനാണ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത്, ദമ്മിടുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു സവാള നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മട്ടൻ ചേർത്ത് കൊടുക്കാം. കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള മട്ടനാണ്. 1 കിലോ മുതൽ 1.5 കിലോ വരെ മട്ടൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കിലോനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. അപ്പോൾ 1.5 കിലോനേക്കാളും കുറച്ച് കുറവാണ്, കുഴപ്പമില്ല. 1.5 കിലോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റിയെടുക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. എല്ലാം മൊത്തത്തിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി 4 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ മല്ലിയില അരിഞ്ഞത് 3/4 കപ്പോളം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 1/2 കപ്പോളം പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പുതിനയും ഒരു 3/4 കപ്പ് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഈ ഒരു പിസ്ത പരുവത്തിൽ ചെയ്തിട്ടുള്ള സവാള മൊത്തത്തിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഗരം മസാല പൗഡർ 2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് നാരങ്ങ പിഴിഞ്ഞത്, ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങ പിഴിഞ്ഞത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് മാറ്റിയ ശേഷം ആദ്യം ഇതുപോലെ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 3 മിനിറ്റൊക്കെ എന്തായാലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഇതിൽ തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ പാത്രം വേണമെങ്കിൽ വലിയ പാത്രത്തിൽ ചെയ്യാം. ഞാൻ 2 പാത്രത്തിലായിട്ട് പിന്നീട് ദം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പ്രഷർ കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മട്ടൻ്റെ വേവ് അനുസരിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. അതുപോലെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇത് നമ്മൾ ഇതുപോലെ ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് വേവിച്ചെടുത്തിട്ട് ഒരു പകുതി വേവാകുമ്പോൾ
ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഈ ഒരു മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോഴും വെള്ളം കൂടുതൽ ചേർക്കാതെ നോക്കണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 വേവ് എന്ന രീതിയിൽ വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന്. അപ്പോൾ കംപ്ലീറ്റ് വേഗം നിൽക്കണ്ട. ഒരു 1/4 ഭാഗം വേകുമ്പോൾ അല്ലെങ്കിൽ ഒരു പകുതി വേവാകുമ്പോൾ നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുക്കറിലാണെങ്കിലും നിങ്ങൾ ഇടയ്ക്ക് തുറന്നിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് കുക്കറിൻ്റെ മൂടി തുറന്നിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള 1-ാം പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് മട്ടൻ വെന്തിട്ടുണ്ട്. അതുപോലെ മസാല നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. മസാല നല്ല തിക്കായിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ മട്ടന് നല്ല പാകത്തിന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാനായിട്ട് ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ. ഇതുപോലുള്ള വേറൊരു പാത്രത്തിലും കൂടെ ഞാൻ ദമ്മിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഏകദേശം പകുതിയേക്കാളും കൂടുതൽ മസാല ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് ഞാൻ ഓൾറെഡി വേവിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ അരിയാണ് ഏറ്റവും നല്ലത്. തനിമ അങ്ങനെയുള്ള നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയ അരി ഉണ്ടല്ലോ ബിരിയാണീൻ്റെ, ആ ഒരു അരിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ തൽക്കാലം ബാസ്മതി റൈസ് തന്നെയാണ് ഇതിലോട്ടും ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ റൈസാണ്, 5 കപ്പ് റൈസാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചോറ് ചേർത്ത് കൊടുക്കാം. ഇതും നമ്മൾ ഏതാണെങ്കിലും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 1/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ദമ്മിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ വെന്ത് കുഴഞ്ഞ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുക്കുക. വാർത്തെടുക്കുകയാണ് കേട്ടോ. ഇതും ഞാൻ വാർത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ഊറ്റിയെടുത്തിട്ട് തന്നെയാണ്, അല്ലാതെ വറ്റിച്ചെടുത്തിട്ടുള്ള ചോറല്ല. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞത് അതുപോലെ പുതിനയില അരിഞ്ഞതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ പുതിന അതുപോലെ മല്ലിയില അരിഞ്ഞത് രണ്ടും കൂടെ ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത റെസിപ്പി മുമ്പ് ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഒരിച്ചിരി ഗരം മസാല ഒരു നുള്ളു മതി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരിച്ചിരി പാലിൽ മിക്സ് ചെയ്തത് ഇങ്ങനെ കുറേശ്ശെയായിട്ട് തൂകി കൊടുക്കാം. ഇനി വേണ്ടത് അവസാനമായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ നെയ്യ് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 ലെയറായിട്ട് മസാല വെച്ചിട്ട് 2 ലെയറായിട്ടും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ റൈസ് മാത്രമാണ് ഇങ്ങനെ ലെയർ ചെയ്തെടുക്കുന്നുള്ളത്. ഇനി നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി ആദ്യം ചെയ്ത പോലെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലെയറിലോട്ട് ഇട്ട് കൊടുത്ത പോലെ എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, പുതിന, അതുപോലെ സവാള ഫ്രൈ ചെയ്തത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദമ്മിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. ഇനി ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചിലപ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇനി ഷെയർ ചെയ്യുന്നത്. അപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കന് പകരം മട്ടനോ അല്ലെങ്കിൽ ബീഫോ അല്ലെങ്കിൽ ഫിഷോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. 1/2 കിലോ അളവിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുക്ക് മെയ്ഡ് എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ബിരിയാണി മസാല ഗ്രേവി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബിരിയാണി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയും കൂടി കാണിക്കുന്നത്. ഇതിപ്പോൾ 1 കിലോ ബിരിയാണിയുടെ അളവാണ് ഇതിലുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഗ്രേവിയാണിത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ ഒരു ഗ്രേവിയും റൈസും ചിക്കനും മാത്രം മതി. അതുപോലെ കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ പകുതി മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കിതിപ്പോൾ 1 കിലോ അളവാണ്. അപ്പോൾ 1 കിലോ അളവിൽ നിങ്ങൾക്ക് 1 കിലോ റൈസ് വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം 3/4 കിലോ റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 3/4 കിലോ റൈസും ഈ ഒരു പാക്കറ്റും 1 കിലോ ചിക്കനും വെച്ചിട്ട് ചെയ്താൽ മതി. ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും എന്താണെങ്കിലും. ഞാനിപ്പോൾ 2 കപ്പ് റൈസും അതുപോലെ 1/2 കിലോ ചിക്കനും ഇതിൽ നിന്നും പകുതി ഗ്രേവിയും വെച്ചിട്ടാണിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്.
അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡി ടു കുക്ക് ഗ്രേവി ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഉള്ളി അരിഞ്ഞ് അങ്ങനെയുള്ള മസാല കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സെയിം ആണ് നമ്മൾ മട്ടൻ ആണെങ്കിലും ഇത് ഫിഷ് ആണെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സെയിം മസാല യൂസ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കോൺടാക്റ്റ് നമ്പർ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരെ പകുതി ഒരു മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ 1 കിലോ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് നോക്കാട്ടോ. വേണമെങ്കിൽ മാത്രം ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊന്നും ചേർക്കാണ്ട് ഇതിൽ ഉപ്പൊക്കെ ഉണ്ട്. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരിച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ചിക്കനിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ആദ്യം തന്നെ ചേർക്കാതെ പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ബിരിയാണി പൊട്ടനെ കുറിച്ചിട്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായി. ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിന് കുറച്ച് മുമ്പ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിലിപ്പോൾ എത്ര 5 ലിറ്ററിൻ്റെ പോട്ടാണിത്. അപ്പോൾ 5 ലിറ്ററിൻ്റെ ഈ ഒരു ബിരിയാണി പോട്ടിൽ റൈസ് എത്ര വേവും എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനതിൽ മെഷർമെൻറ്റൊക്കെ കാണിച്ച് ചെയ്തിട്ടുണ്ടായിന്. 1 കിലോ അളവാണ് കേട്ടോ. ഗീ റൈസ് ആണെങ്കിൽ, ബിരിയാണി ആണെങ്കിൽ ഇതിൽ 3/4 കിലോ ആണ് വേവുന്നത്. ഗീ റൈസ് ആണെങ്കിൽ 1 കിലോ വേവും. അപ്പോൾ ഈ ഒരു ബിരിയാണി പോട്ട് കാസ്റ്റർ അയറിൻ്റെ ആണ്. അപ്പോൾ നല്ല ചൂടൊക്കെ നിൽക്കും. നമ്മൾ ദമ്മിട്ടൊക്കെ വെക്കുമ്പോൾ നല്ല ചൂടൊക്കെ നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിക്കട്ടിയുള്ള, അതുപോലെ നല്ല മൂടൊക്കെ നല്ല കട്ടിയുള്ള ഒരു പോട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ദമ്മിടാനോ ഒന്നും കൂടെ ഈസിയാണ്. അഗാരോ ബ്രാൻഡിൻ്റെ ബിരിയാണി പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിന്. അതിൽ തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിന്. കുറേ പേര് അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക്. ആമസോണിലൊക്കെ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒരിച്ചിരി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം കുറവാണ് എന്ന് തോന്നിയപ്പോൾ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പാകത്തിന് ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓപ്ഷണലാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരിച്ചിരി മല്ലിയില അരിഞ്ഞതും അതുപോലെ പുതിനയില അരിഞ്ഞതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് 2-3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും 1 ടേബിൾ സ്പൂണൊക്കെ പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതല്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ റൈസ് ചേർത്തിട്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാം. അപ്പോൾ ഞാൻ റൈസ് ഓൾറെഡി 3/4 വേവ് എന്ന രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ അരി. എന്നിട്ട് 3/4 വേവ് വേവിച്ചിട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ലെയർ റൈസ് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ക്രിസ്പിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരിച്ചിരി മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരിച്ചിരി നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ 1-2 ടീസ്പൂണൊക്കെ മതി. പിന്നെ യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ ടെർമറിക് ലീഫ് കുറച്ച് പാലിൽ കലക്കിയത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഡ്രോപ്പാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. വീണ്ടും ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ സവാള, അത് ഫ്രൈ ചെയ്ത സവാള, മല്ലിയില അരിഞ്ഞതൊക്കെ, അതുപോലെ നെയ്യ്, കുറച്ച് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ഇങ്ങനെ വീണ്ടും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഇത് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ദമ്മിടാൻ വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെയാണ് ദമ്മിടാൻ വെക്കൽ. ലോ ഫ്ലെയിമിനേക്കാളും ചെറിയ ഫ്ലെയിമിലാണ് വെക്കാറുള്ളത്. പിന്നെ ഇതുപോലെ നല്ലൊരു മൂടിയൊക്കെ നല്ല വെയിറ്റുള്ള മൂടി ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ദമ്മിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്മെല്ലാണ് ഈ ഒരു ബിരിയാണി. നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.